ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസമാണ്. പക്ഷേ ഇന്ന് മോന് സ്കൂളിൽ സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പം അതിന് അവനെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന കുറച്ച് വിശേഷങ്ങളും അതുപോലെ ഇന്നത്തെ ബാക്കിയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കണ്ട് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ആദ്യം തന്നെ വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ ഒന്ന് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ദോശയാണ്. ഈ ദോശയുടെ റെസിപ്പി നമ്മളെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കയറി കണ്ട് നോക്കുക. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ചോറൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. മോനെ കൊണ്ടുവിടുന്നതിന് മുന്നേ ലഞ്ചും ഒക്കെ റെഡിയാക്കിയിട്ട് വേണം കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. കാരണം അത് പ്രാക്ടീസ് കഴിയുന്നത് വരെ ഞാനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സ്കൂളിൽ. അതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും മോനും മോളും കൂടെയാണ് പോകുന്നത് സ്കൂളിലേക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയതിൻ്റെ ശേഷം ഞാൻ മോൻ്റെ സ്കേറ്റിംഗ് ഷൂവും ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മത്തനും വൻപയറൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് റെഡിയാക്കുന്നത്. ഈ കറിയുടെ റെസിപ്പി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കയറി ചെക്ക് ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയ നല്ലൊരു കറിയാണിത്. ഇനി അതിന് ശേഷം കോവക്കാത്തോരനാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ചിട്ട് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് നമുക്ക് 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ കോവക്കാത്തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവക്ക ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുന്നുണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കുറച്ച് മീനുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. മസാല തേച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ വരുന്ന സമയത്ത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ മീനൊക്കെ ഒന്ന് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ജേഴ്സി അവർക്ക് സ്കൂളിൽ നിന്നും കിട്ടിയിട്ടുള്ളതാണ്. അവരെ പേരൊക്കെ വെച്ചിട്ടുള്ളൊരു ജേഴ്സിയാണ്. അപ്പം ഇങ്ങനെ പ്രാക്ടീസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു ജേഴ്സിയാണ് അവർക്ക് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും മോനും മോളാണ് പോകുന്നത്. അങ്ങനെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിൽ. അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട്. സ്കൂളിൽ കോച്ച് എത്തിയിട്ടില്ലായിരുന്നു. കോച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ കുറച്ച് സമയം കോച്ച് വരുന്നത് വരെ അവിടെ ജസ്റ്റ് ഒന്ന് അതിലൂടെയൊക്കെ ഒന്ന് നടന്നു. കുറച്ച് സമയം അവിടെയൊക്കെ ഒന്ന് ഇരുന്ന് കളിച്ചു. കോച്ചൊക്കെ എത്തി അവരെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഒരു 11:30 12 മണിയൊക്കെ ആയപ്പോഴേക്ക് തന്നെ അവർ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഇതാ തിരിച്ച് വരികയാണ്. ഞങ്ങൾ ഓട്ടോ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു. അപ്പോൾ അവിടെ അടുത്തൊരു ഷോപ്പിൽ കയറി നിന്ന് മഴയൊന്ന് മാറിയതിന് ശേഷമാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്തു. ഞങ്ങളെല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഈവനിങ്ങിൽ മോളൊരു കോൾഡ് കോഫി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കണ്ടു നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ആ ഒരു കോൾഡ് കോഫിയൊക്കെ കുടിച്ച് നല്ല ടേസ്റ്റുള്ളൊരു കോഫിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.